പറയൂ മനുജ. കോറിയുടെ ആൾക്കാർ വന്ന് കല്ല് വില പറഞ്ഞു. അപ്പൊ കല്ല് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ കേസായെന്ന് പറഞ്ഞത് കാരണം അവരുടെ വണ്ടിക്കാർ എടുക്കാണ്ട് പോയതാണ് കല്ല്. അവർ കല്ല് ഇയാൾ വിറ്റു. 9,000 രൂപ ഒരു ലോഡിന് വെച്ചിട്ടാണ് ഇവിടെ നിന്ന് 85 ലോഡ് കല്ല് ഇയാൾ പുറത്ത് വിറ്റത്. അതുപോലെ ബാലൻസ് കിടക്കുന്ന കല്ല് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ സൈറ്റിൽ ആൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കേസാക്കിയെന്ന് പറഞ്ഞത് കാരണമാണ് അവർ കല്ല് എടുക്കാതെ പോയത്. എൻ്റെ ഭൂമി 15 അടി താഴ്ചയിൽ കുഴിച്ചയാൾ മണ്ണും കല്ലും എല്ലാം കൊണ്ടുപോയി. ഇനി അവിടെ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ സൈഡ് വാള് കെട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നിനും പറ്റത്തില്ല. കാരണം അമ്മാതിരി ആ ഭൂമി ഉപയോഗശൂന്യമാക്കിയാണ് അയാൾ. അതാണ് അവിടുത്തെ പ്രശ്നം. താങ്കൾ പറയുന്നു ഈ ഭൂമി നിരപ്പാക്കിയതാണെന്ന്. പക്ഷെ ആ ദൃശ്യങ്ങൾ മാത്രം മതി സർ മനസ്സിലാക്കാൻ. അവിടെ ഇനി ഒരു വീട് ഉണ്ടാക്കാൻ പറ്റില്ല. അത്രയധികം താഴ്ചയിൽ കല്ലും മണ്ണും കുഴിച്ചെടുത്തിരിക്കുന്നു. എന്തിനാണ് താങ്കൾ ഈ 85 ലോഡ് പാറക്കല്ല് അവിടെ നിന്ന് കടത്തിയത്? അത്രയധികം അവിടെ 85 ലോഡ് പാറ അവിടെ ഇല്ലായിരുന്നു. അവിടെ നമ്മൾ തന്ന പാസന് അനുസരിച്ചുള്ള പാറ കൊണ്ടിട്ടുള്ള ബാക്കി അവിടെ കിടപ്പുണ്ട്. ബാക്കിയുള്ള പാറ അവിടെ കിടപ്പുണ്ട്. ഈ അവർക്ക് അനുവദിച്ചിട്ടുള്ള പാസുള്ള മണ്ണ് മാത്രമേ ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ. വേറെ ഒരു ലോഡ് മണ്ണ്. അല്ലല്ല, ഒരു നിമിഷം. തൊട്ടടുത്ത ഭൂമി ഞങ്ങൾ കാണുന്നുണ്ട് ശ്രീ വിജയൻ. തൊട്ടടുത്ത ഭൂമി നമ്മൾ കാണുന്നുണ്ട്. ഇത്രയധികം കുഴിക്കേണ്ടുന്ന സാഹചര്യം അവിടെ ഇല്ലായിരുന്നു. മനസ്സിലാവും സർ. അത് ഏറ്റെടുക്കുള്ള ഭൂമിയാണ്. അത് ലെവലാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ലെവലാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ മനുജയുടെ ഭൂമി പോലും ലെവലാക്കിയല്ല, അവിടെ കുഴിച്ച് അത് ലെവലാക്കാൻ വേണ്ടപ്പോഴാണ് ഇവർ സമ്മതിക്കാത്തത്. ബാക്കിയുള്ള മനുഷ്യരുടെ ലെവലാണ്. 6 മാസം കൊണ്ട് താങ്കൾ ലെവലാക്കി കൊണ്ടിരിക്കുകയല്ലേ? 121 ലോഡ് മണ്ണല്ലേ അവിടെ നിന്ന് മാറ്റിയത്? അതിന് ഉത്തരവാദിത്വം 2023 ഡിസംബർ 11 കരാർ കൊടുത്തതാണ്. ഇയാൾ കരാറിൽ കാലാവധിയും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ലായിരുന്നു. 2023 ഡിസംബർ 11 കരാർ കൊടുത്തതാണ്. ഇപ്പൊ 2025 ജൂലൈ ആണത്. വയനാട് ദുരന്തം വന്നപ്പം മണ്ണെടുക്കണ്ടെന്ന് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. മണ്ണെടുത്തില്ല. അത് 6-7 മാസം 8 മാസം അവിടെ കിടന്നു. അതിനുശേഷം കരാറ് അവിടുന്ന് മണ്ണെടുക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ വയനാട് ദുരന്തം അതിന് ശേഷമാണ് നമ്മൾ ജിയോളജിയിൽ ആൾ വന്ന് പരിശോധിച്ച് പഞ്ചായത്തിൽ ആൾ വന്ന് പരിശോധിച്ച ശേഷമാണ് മണ്ണെടുക്കാൻ. ശരി, അത് സമ്മതിക്കുന്നു. അത് സ്വാഭാവികമായി വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ ഉണ്ടായ നടപടികൾ അല്ലെങ്കിൽ ഖനനം ഉൾപ്പെടെ നിർത്തിവെച്ചതായിരിക്കാം. പക്ഷെ എന്നിട്ടും ഇത്രയധികം സമയമായല്ലോ. ചെറിയൊരു പ്ലോട്ടല്ലേ അത്? അവിടെ നിന്ന് ഇത്രയധികം മണ്ണ്, ഇത്രയധികം അടി താഴ്ചയിൽ ഇത് കുഴിക്കേണ്ടുന്ന സാഹചര്യം എന്തായിരുന്നു സർ? അതിന് ഉത്തരവില്ലല്ലോ. മണ്ണ് കുഴിച്ചപ്പോ പാറ കണ്ടപ്പോ അതിന് പാറ മാറ്റി അത് മണ്ണിന് ലെവലാക്കി കൊടുക്കണം. ലെവലാക്കലല്ല അവിടെ നടന്നിരിക്കുന്നത്. നിരപ്പാക്കാൻ കൊടുത്ത ഭൂമിയാണ് മേഡം. അതിൽ എന്തിനാണ് കുഴിക്കുന്നത്? അത് കുഴിക്കുന്നതല്ല, കുഴിച്ചതല്ല. അത് മൊത്തം അതിന്റെ അടിയിൽ പാറയായിരുന്നു. പാറയായപ്പോ ജിയോളജിന്ന് പാസ് വാങ്ങിക്കാൻ താമസിച്ചു. ജിയോളജിന്ന് പാസ് വാങ്ങിച്ച് ഓരോന്നായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ നേമം ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പോൾ ഇവർക്ക് ഈ ഭൂമിയിൽ ഈ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി പാസാക്കിയ പണം പോലും തിരിച്ചു ചോദിച്ചിരിക്കുകയാണ്. തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ഒരു നിമിഷം, ഒരു കാര്യം. നമ്മളിപ്പോൾ റിപ്പോർട്ടർ ടിവിയിൽ അവർ സംസാരിക്കുകയും നമ്മളോട് പരാതി പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നേരിട്ട് ചെന്ന് ഈ വിഷയം അന്വേഷിച്ചത്. താങ്കൾക്ക് ഇനി ഇതിൽ എന്താണ് ചെയ്യാൻ പറ്റുക? എനിക്കിതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഞാൻ പൊട്ടിച്ചിട്ടിരുന്ന കല്ല്, അവിടെ ഇട്ടിരുന്ന കല്ല് മാറ്റി അവിടുത്തെ ഇത് ലെവലാക്കി കൊടുക്കും. ഈ കല്ല് എങ്ങോട്ടാണ് താങ്കൾ മാറ്റുന്നത്? മനുജ പറഞ്ഞതുപോലെ 9,000 രൂപയ്ക്ക് ഒരു ലോഡിന് എന്ന നിലയ്ക്ക് അത് വിറ്റിരിക്കുകയാണോ? 10,000 രൂപ ഞാൻ കല്ല് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് 10,000 രൂപയ്ക്ക് ഞാൻ കല്ല് പൊട്ടിച്ചിട്ടുണ്ട് മേഡം. ആ കല്ല് പോലും അയാൾ വിൽപ്പന ചെയ്തു. എൻ്റെ അനുമതിയോ സമ്മതമോ ഇല്ലാതെ എൻ്റെ ഫ്ലോട്ടിൽ നിന്ന് കല്ലും മണ്ണും കുഴിച്ചെടുക്കുകയും അത് പുറത്ത് വിൽപ്പന ചെയ്യുകയും. അതായത് 4,200 രൂപ ഒരു ലോഡിന് മണ്ണിനുണ്ട്. ആ ഒരു ലോഡ് മണ്ണിന് 4,200 രൂപ വെച്ച് അയാൾ എത്ര ലോഡ് മണ്ണ് എൻ്റെ ഫ്ലോട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ 9,000 രൂപ ഒരു ലോഡ് കല്ലിന് 9,000 രൂപയുണ്ട്. ആ 9,000 രൂപ വെച്ചിട്ട് എൻ്റെ ഫ്ലോട്ടിൽ നിന്ന് എത്ര ലോഡ് കല്ല് പൊട്ടിച്ച് അയാൾ കൊണ്ടുപോയിട്ടുണ്ട് മേഡം. ശരി വിജയൻ പറയൂ. എനിക്ക് പറയാനുള്ള ഞാൻ പറയട്ടെ. പറയൂ താങ്കൾ പറയൂ. താങ്കൾക്ക് പറയാനുള്ളത് കേൾക്കാനാണ് വിളിച്ചത്. പറയൂ. മനുജ പൊട്ടിച്ച കല്ലിന് സൈറ്റ് അവിടെ പോയി നോക്കുമ്പോൾ അവിടെ വാരി കൂട്ടിയിട്ടുണ്ട്. മനുജ പൊട്ടിച്ചത് മനുജയുടെ സൈഡിൽ കിടക്കുന്ന കല്ല് മനുജ പൊട്ടിച്ചത് മനുജയുടെ സൈഡിൽ തന്നെ കിടപ്പുണ്ട്. അതിന് ഒരു ലോഡ് പല്ല് പോലും അവിടുന്ന് മാറ്റിയിട്ടില്ല. ഇനിയിപ്പോ നമുക്ക് നമ്മൾ ജിയോളജി പാസ് അടച്ചിരിക്കുകയാണ്. പാസും ഓരോ ഗംഗ, ശോഭന, ഗീതാബായി അവർക്ക് 3 പേർക്കും നമ്മൾ ജിയോളജി ഓഫീസർ വന്ന് നോക്കി പരിശോധിച്ച് പാസ് അടച്ച് അതിന്റെ പാസിന്റെ ഇത് കിട്ടും. അത് ആ പാസിന്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ മാറ്റി നമ്മൾ നിരപ്പാക്കി കൊടുക്കും. എത്ര സമയം കൊണ്ട്, എത്ര ദിവസം കൊണ്ട് അത് ചെയ്യാൻ പറ്റും?
ഇതിപ്പോ 2 മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് ശരിയായി കൊടുക്കാം. പക്ഷെ അപ്പോഴേക്കും അവർക്ക് ഈ പൈസ വീട് വെക്കാനുള്ള പൈസ തിരിച്ചടയ്ക്കണം സാർ. അത്ര സമയം പോരാത്. അത്ര നമുക്കിപ്പോ മാക്സിമം ഒരു 15 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് 7 ദിവസമാണ് ഫണ്ട് തിരിച്ചടയ്ക്കാൻ വേണ്ടി. അത് 7 ദിവസം കൊണ്ട് ഫണ്ട് തിരിച്ചടയ്ക്കണം. അതിനുള്ളിൽ അത് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ താങ്കൾ നേരിട്ട് ചെന്ന് ഇപ്പോൾ പഞ്ചായത്തിൽ ഉൾപ്പെടെ പരാതിയുണ്ട്, അവിടെ ചെന്ന് അറിയിച്ചാൽ പോലും കാര്യങ്ങൾ നടക്കില്ല സാർ. പിന്നെ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കണം. പറഞ്ഞോളൂ, കേൾക്കാം. എനിക്കത് ചെയ്യാനുള്ള അവസരം എവരാണ് സമ്മതിക്കാത്തത്. 4-5 ദിവസം കൊണ്ട് ആ ബ്രേക്കറും ഹിറ്റാച്ചി വന്നിട്ട് തിരിച്ചുപോയി. ഒരു ബ്രേക്കറിന് 1 മണിക്കൂറിന് 2800 രൂപ ചാർജാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ശ്രീ വിജയൻ? താങ്കൾ ഈ അവരുടെ ഭൂമിയിലെ മണ്ണും കല്ലും വിൽക്കുകയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കണം അവർ തടഞ്ഞത്. ഇതിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഒരു കാര്യമേ ഉള്ളൂ, ഒരാഴ്ചക്കുള്ളിൽ ഇത് കൃത്യമായി വൃത്തിയാക്കാൻ സാധിക്കുമോ? വേറൊരു വിധം പറയാനുള്ളത്, എവര് മണ്ണ് മാറ്റുന്ന സമയത്ത് എവരെന്റെ 6700 രൂപ എന്റെ വാങ്ങിച്ചു. മണ്ണ് മാറ്റുന്നതിലേക്ക് വേണ്ടി മണ്ണ് എന്റെ നിന്ന് വാങ്ങിച്ചു 6700 രൂപ. ഈ മനുഷ്യ എന്റെ കയ്യിൽ നിന്ന് പഞ്ചായത്ത് സെറ്റിൽമെന്റ് എന്നുള്ള ഇത് മണ്ണ് മാറ്റിയതിൽ 6700 എന്റെ നിന്ന് വാങ്ങിച്ചു. ഞാന് മാഡം ഇയാൾ പറയുന്നത് കള്ളമാണ് പറയുന്നത്. 1 രൂപ പോലും ഞങ്ങൾ 7 പേര് ഫ്ലോട്ടിലുണ്ട് മാഡം. ഈ 7 പേർക്ക് ഇയാൾ 1 രൂപ പോലും തരുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള തെളിവുണ്ട്. എന്റെ അഡ്രസ്സിലല്ല ഈ പ്ലാൻ ബിൽഡിംഗ് ആപ്ലിക്കേഷനിൽ എന്റെ അഡ്രസ് അല്ല കൊടുത്തിരിക്കുന്നത്. എന്റെ അഡ്രസ്സിലല്ലാത്ത ഒരു പെർമിറ്റ് വെച്ചിട്ടാണ് ഇയാൾ പണി എടുത്തിരിക്കുന്നത്. എന്റെ അഡ്രസ് അല്ല അതിലുള്ള പെർമിറ്റിൽ പ്ലാനിലുള്ളത് എന്റെ അഡ്രസ് അല്ല. എന്റെ സൈൻ ഇത് ഉപയോഗിച്ചാണ് ഇയാൾ കല്ലും മണ്ണും എല്ലാം കൊണ്ടുപോയി. അഡ്രസ് കിട്ടിയത് താങ്കൾ എങ്ങനെയാണ് പിന്നെ പെർമിഷൻ എടുത്തത് അവരുടെ പേരും? ഹലോ, ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേൾക്കണം. പറയാം, കേൾക്കാം, പറയൂ. ഇവരൊക്കെ മുക്തിയാർ എഴുതി, മുക്തിയാർ വായിച്ചു നോക്കുമ്പോ അറിയാം. മുക്തിയാർ സബ് രജിസ്ട്രാർ ഓഫീസർ മുമ്പിൽ തന്നാണ് ഒപ്പിട്ട് തന്നത്. ഇവര് എല്ലാവരും ഈ മുക്തിയാർ എഴുതുന്ന മുക്തിയാറിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിൽഡിംഗ് പ്ലാന്, ബിൽഡിംഗ് പെർമിറ്റ്, പഞ്ചായത്ത്, ജിയോളജി ഇവിടെ കൊടുക്കാനുള്ള എല്ലാ പൈസയും ഞാനാണ് അടച്ചത്. എന്റെ ചെലവിലാണ് അടച്ചത്. ഇവരെ ആരും അന്ന് 5 പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇവര് 1 പൈസയും വാങ്ങിച്ചില്ല. എല്ലാ ചെലവും ഞാനാണ് ചെയ്തത്. അതെ, അത് സമ്മതിച്ചു. അതിനുശേഷം താങ്കൾ അവിടെ നിന്ന് ഈ 13,60,000 വാങ്ങിച്ചിട്ടാണല്ലോ അല്ലേ? അതൊക്കെ പൈസക്കല്ലേ, വൻ തുക വാങ്ങിച്ചിട്ടല്ലേ താങ്കൾ ഇത് വിൽക്കുന്നത്? എങ്ങനെ താങ്കൾ ഇവിടെ നിന്ന് 13,60,000 രൂപയ്ക്ക് മേളിലുള്ള സാധനം ഇവിടെ നിന്ന് അയാൾ കൊണ്ടുപോയിട്ടുണ്ട്. 13,65,000 രൂപയുടെ കല്ലും മണ്ണുമായിട്ട് 13,65,000 രൂപയുടെ സാധനം. ഇപ്പോഴും അയാൾ പറയുന്നത് ഇവിടെ നഷ്ടമാണ്, അയാൾക്ക് ലാഭം ഒന്നും കിട്ടിയിട്ടില്ല, ഒരു കല്ലും മണ്ണും ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല. 13,65,000 രൂപയുടെ സാധനം അയാൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ നിന്ന് കൊണ്ടുപോയ ടിപ്പറുകാരും JCB-കാരും ഉൾപ്പെടെ ഞങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾക്കിത് അറിയില്ലയോ എന്നാണ് ഞങ്ങളോട് ചോദിച്ചത്. 13,65,000 രൂപയുടെ സാധനം മണിക്കൂറിന് 2,800 രൂപ കൊടുത്ത് ഇയാൾ കല്ല് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ലാഭമില്ലാത്ത പണിയാണോ? അതാണ്. ഒരു നിമിഷം മനുജ. വിജയൻ, താങ്കൾ ഇത്രയധികം തുക മുടക്കി അവിടെ ഈ കല്ലും മണ്ണും ഒക്കെ അവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു തുക കൃത്യമായി താങ്കൾക്ക് ലഭിക്കുന്നില്ലേ? മാഡം, അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ശരിക്കും പറയണമെങ്കിൽ എനിക്ക് കൈ നഷ്ടമാണ്. അതിൽ നോക്കിയപ്പോ ഇവർ അനുവദിച്ച മണ്ണ് പോലെ അതിനകത്ത് ഇല്ലായിരുന്നു. അതിനകത്ത് ആ മണ്ണ് ആ മണ്ണ് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് കുറച്ച് മണ്ണേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പാറയായിരുന്നു. പാറ നമ്മൾ ബ്രേക്കർ ഉപയോഗിച്ച് പൊട്ടിച്ച് ജാക്ക് ക്യാമറ ഉപയോഗിച്ച് പൊട്ടിച്ചാണ് അത് ഇട്ടേക്കുന്നത്. 3/4% ശരി, അതൊക്കെ സാങ്കേതികമായി നിങ്ങൾ ചെയ്യുന്നതാണ്. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഇപ്പോൾ നമുക്ക് തർക്കങ്ങൾ അവസാനിപ്പിക്കാം, തർക്കങ്ങൾ നിർത്താം. ഇനി എത്ര ദിവസത്തിനുള്ളിൽ താങ്കൾക്ക് ഇത് ശരിയാക്കി കൊടുക്കാൻ പറ്റും? വേറെ യാതൊരു തടസ്സമില്ലെങ്കിൽ 10 ദിവസം കൊണ്ട് ശരിയാക്കി കൊടുക്കാൻ പറ്റും. 10 ദിവസം മനുജ, 10 ദിവസമാണ് അദ്ദേഹം പറയുന്നത്. താങ്കൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? 10 ദിവസം കൊണ്ട് ഈ വിജയൻ എന്ന ഇല്ല മേഡം, അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ ഫ്ലോട്ടിൽ നിന്ന് കൊണ്ടുപോയ കല്ലിൻ്റെ തുക, മണ്ണിൻ്റെ തുക, അതുൾപ്പെടെ നഷ്ടമാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്ക് വീട് വയ്ക്കാൻ ആകെ അനുവദിച്ചിട്ടുള്ള 4 ലക്ഷം രൂപ. ഈ മണ്ണ് ഇടിച്ചിലുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് റീറ്റെയിനിങ് വാൾ കെട്ടണമെങ്കിൽ തന്നെ കുറഞ്ഞത് 5 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മുടക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് അവിടെ വീട് വയ്ക്കാൻ പറ്റൂ. 15 അടി താഴ്ചയിൽ എൻ്റെ ഫ്ലോട്ടിൽ അയാൾ കുഴിച്ചിട്ടിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു വീട് വെച്ച് നല്ലൊരു മഴ പെയ്ത് വെള്ളം വരെയാണെന്നുണ്ടെങ്കിൽ ആ വീട് മൊത്തത്തിൽ ആ കുഴിയിലോട്ടേ പോകത്തുള്ളൂ. ഇയാൾ ഇപ്പോഴും പറയുന്നത് എൻ്റെ വീട് എൻ്റെ ഫ്ലോട്ട് നിരപ്പാക്കിയാണിട്ട്. അങ്ങനെയല്ല. ഈ 15 അടി താഴ്ചയിൽ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മേളിൽ മണ്ണ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ വെയിറ്റ് കയറുമ്പോൾ ആ കുഴിയിലോട്ട് എന്തായാലും ഇടിഞ്ഞു പോകത്തേ ഉള്ളൂ. ശ്രീ വിജയൻ, അതാണ് അവിടുത്തെ സാഹചര്യം. ഒരു ചെങ്കുത്തായ നിലയിലാണ് അത് അവിടെ കിടക്കുന്നത്. അവിടെ ഒരു എഞ്ചിനീയർ എക്സ്പെർട്ടിനെ കൊണ്ട് പരിശോധിച്ചാൽ മതി. മലിനീകരണ സ്ഥലം നമ്മൾ എത്ര കുഴിച്ചിട്ടുണ്ടെന്നുള്ള ഒരു എക്സ്പെർട്ടിനെ കൊണ്ട് പരിശോധിച്ചാൽ മതി. എഞ്ചിനീയറെ കൊണ്ട് അവരുടെ ഭാഗത്ത് നമ്മൾ തൊട്ടിട്ടില്ല.
അവർ ഈ പ്രശ്നം ഉണ്ടാക്കി ഞാൻ അതിന്റെ വ്യക്തമായിട്ടുള്ള സകലമാന പ്രൂഫും ഞാൻ നൽകിയിട്ടുള്ളതാണ്. സകലമാന പ്രൂഫും ഞാൻ നൽകിയിട്ടുള്ളതാണ്. ഇയാൾ കുഴിച്ചെടുത്തതിന്റെ പ്രൂഫ് ഉൾപ്പെടെ ഞാൻ നൽകിയിട്ടുള്ളതാണ്. അല്ല, അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട്. ആ രേഖ വിട്ട് അടിസ്ഥാനപരമായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇവര് സബ്രേഷാണ് മുമ്പ് ചെന്ന് മുക്തിയാർ തന്നിട്ടുള്ളത്. മേഡം, ഇയാള് രേഖാപ്രകാരമല്ല ഈ ഭൂമിയിൽ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ രേഖകൾ കൈവശപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ അനുവാദമോ ഞങ്ങളോട് ഒരു ചോദ്യമോ പറച്ചിലോ ഇല്ലാതെയാണ് ഇയാൾ കുഴിക്കുകയും മണ്ണെടുക്കുകയും കല്ല് ബ്രേക്കർ ഉപയോഗിച്ച് പൊട്ടുകയും കല്ല് സെയിൽ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. കല്ല് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരും ഇയാൾക്ക് അനുമതി കൊടുത്തിട്ടില്ല. അതാണ് വിജയൻ. മനുജ, ഒരു നിമിഷം. വിജയൻ, അതാണ് അവർ പറയുന്നത്. അവരുടെ അനുമതി ഇല്ലാതെയാണ് താങ്കൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. 10 ദിവസത്തെ സമയമാണ് താങ്കൾ പറയുന്നത്. ഇതിപ്പോൾ പോലീസിൽ വരെ പരാതി ആയിട്ടുണ്ട്. അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. താങ്കളും പറയൂ. ഞാനും പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവർ പറയും പോലെ മണ്ണെടുത്തിട്ടില്ല. അവരുടെ ഭാഗം ഞാൻ കുഴിച്ചിട്ടില്ല. ഞാൻ മുക്തിയാർ പറഞ്ഞിട്ടുള്ള രേഖ പറയുന്ന അപ്പുറം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല.